ഫ്രണ്ട്സ്, കേന്ദ്ര സർക്കാർ ജോലി അതും നമ്മുടെ കേരളത്തിലൊക്കെ നമുക്ക് വിവിധ വേക്കൻസികളൊക്കെ വന്നിട്ടുണ്ട്, കേരളത്തിൽ ഉൾപ്പെടെ. അപ്പം നമുക്ക് എവിടെയൊക്കെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ മിനിസ്ട്രീസിലേക്കും അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസി ഉണ്ട്. 15,000 മുകളിലൊക്കെ വേക്കൻസി. ഇത് ഏകദേശ വേക്കൻസിയാണ്. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. ഇവിടെ കാണാൻ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, അതുപോലെ തന്നെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്, അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. വിവിധമുണ്ട്. എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട്, അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, അതുപോലെ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ, അതുപോലെ തന്നെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, പിന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് അത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയർ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, പിന്നെ അതുപോലെ മിനിസ്ട്രി ഓഫ് ഇലക്ഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻ്റലിജൻസ് ബ്യൂറോ, IB-യിലൊക്കെ വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി കാറ്റഗറിയിലുള്ള പോസ്റ്റിലേക്കാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലൊരു ഡിഗ്രി മതി. അപ്പോൾ അതിൽ സബ് ഇൻസ്പെക്ടർ, നിങ്ങൾക്ക് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, CBI-യിലൊക്കെ നമുക്ക് കിട്ടുന്ന വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിൽ സബ് ഇൻസ്പെക്ടർ തഹസീലിലേക്ക് വിളിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വേക്കൻസിയും കാര്യങ്ങളുണ്ട്. മിനിസ്ട്രി ഓഫ് റെയിൽവേയിലേക്ക് വിളിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോകുന്നുള്ളൂ. വേക്കൻസി കാര്യങ്ങൾ ഇതിൽ ഒരുപാടുണ്ട്. പിന്നെ നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ മന്ത്രാലയങ്ങളിലേക്കും വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വിവിധ സെക്ഷനിലേക്കുള്ള വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരൊറ്റ എക്സാമാണ് ഇതിനെല്ലാം. നിങ്ങൾ സെപ്പറേറ്റ് എക്സാം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഒരൊറ്റ എക്സാം എഴുതിയാൽ മതി എന്നുള്ളതാണ്. അതായത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ SSC-യുടേതാണ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ നമ്മൾ പ്രിഫറൻസ് കൊടുക്കണം. ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് താല്പര്യം എന്നതിനൊക്കെ അനുസരിച്ച് നമ്മൾ പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ചില പോസ്റ്റിന്, ഇപ്പോൾ ഇൻസ്പെക്ടർ എന്നൊക്കെ പറയുന്ന ചില പോസ്റ്റുകളുണ്ടല്ലോ, അതിന് നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ്, അതുപോലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉണ്ടോയെന്ന് ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾ കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് മാറ്റാൻ പറ്റില്ല. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈവൻ ഇപ്പോൾ ഒരു 157 സെൻറ്റിമീറ്റർ നമുക്ക് ഹൈറ്റ് വേണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമുക്ക് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നൊരു പോസ്റ്റ് ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാറ്റഗറി പോസ്റ്റ് ഉണ്ട്. അതല്ലാത്ത ഹൈറ്റും ഇങ്ങനെ ഫിസിക്കൽ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊന്നും വേണ്ടാത്ത പോസ്റ്റും ഉണ്ട്, അത് ആവശ്യമുള്ള പോസ്റ്റും ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾ 157 ഇല്ല, ആ കുട്ടിക്ക് 155 ആണെന്ന് വിചാരിക്കുക. നമ്മളത് പ്രിഫറൻസ് ഒക്കെ കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രിഫറൻസ് അടിസ്ഥാനത്തിലേക്ക് നമുക്ക് ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നമ്മൾ അതിൽ എലിജിബിൾ അല്ലാത്തൊരു കണ്ടീഷൻ വരികയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഇതിനെക്കുറിച്ച് നോട്ടിഫിക്കേഷനെ കുറിച്ച് നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആവശ്യമുള്ള പോസ്റ്റുകൾ ഏതാണ്, അതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എത്രയാണ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്താണെന്നുള്ളത് പറയും. അതോടൊപ്പം തന്നെ നിങ്ങൾ എങ്ങനെയാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയാം. അപ്പോൾ ടോട്ടൽ നമുക്ക് ഏകദേശം വേക്കൻസി 15,125 എന്ന് പറയുന്നത് ഏകദേശം ഇത് എന്ന് പറയുന്നത് ഏകദേശം വേക്കൻസിയാണ്. വേക്കൻസി ഇനിയും കൂടാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷനും കാര്യങ്ങളും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മെമ്പർഷിപ്പ് എടുക്കാം. അതിൽ നമ്മൾ മെമ്പേഴ്സ് ഓൺലി വീഡിയോസും പോസ്റ്റുകളൊക്കെ ചെയ്തു വരുന്നുണ്ട്. അത്തരം പ്രീമിയം വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്ക്രീനിൽ. 21/5/2026 SSC-യുടെ പോർട്ടലിൽ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2026. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് തന്നെ നമുക്ക് ആദ്യം പരിശോധിക്കാം. 21/5/2026 മുതൽ നിങ്ങൾക്ക് ജൂൺ 22 വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. എന്തെങ്കിലും കാരണവശാൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ തെറ്റുകളൊന്നും ഇല്ലാതെ അപ്ലൈ ചെയ്യാം. നമ്മൾ കാറ്റഗറി സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ നിങ്ങളുടെ അപേക്ഷയിലുള്ള കറക്ഷന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഡേറ്റ് ഉണ്ട്. അത് ഈ ഡേറ്റ് പ്രത്യേകം ഓർത്ത് വെക്കുക. 29/6 മുതൽ 1/7 ഈ ഡേറ്റുകളിൽ നിങ്ങളുടെ അപേക്ഷയെ നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാൻ SSC തരികയാണ്. ഓക്കെ, അത് മാക്സിമം നിങ്ങളത് ഒഴിവാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുക, പിന്നെ വീണ്ടും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുക. അതിന് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടിരിക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 2 എക്സാം ആയിട്ടാണ്, മീൻസ് Tier 1 Tier 2 ആയിട്ടാണ് നടക്കുന്നത്. Tier 1 എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെയാണ്. അതിൽ നമ്മൾ Tier 1-ൽ അതിൻ്റെ ഒരു കട്ട് ഓഫ് ഉണ്ടാവും. അത് വന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് Tier 2 എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ Tier 1 എക്സാമിനേഷൻ നമുക്ക് August September 2026 August September തന്നെ നടക്കാം. അപ്പോൾ ഏകദേശം ഡേറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു ഓഗസ്റ്റിൽ തന്നെ നിങ്ങൾ അതിൻ്റെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. Tier 2 അതിൻ്റെ സ്കീമൊക്കെ ഞാൻ പറയാം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് രണ്ടും. ഇത് Tier 2 ഡിസംബറിൽ തന്നെ നടക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ കംപ്ലീറ്റ് ഇതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി പോസ്റ്റിലേക്കാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിനുള്ള മിനിസ്ട്രീസിലേക്ക്, ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്
ഓർഗനൈസേഷനിലേക്കും ഒക്കെയാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഓരോ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇതിലേക്ക് ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, അത് നമുക്ക് ആദ്യം ഇതിൻ്റെ ടേബിൾ ഒന്ന് പരിചയപ്പെടാം. ഇവരെ പേ ലെവൽ 8 ആണ്. പേ ലെവൽ 8 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന പോസ്റ്റാണ്. 47,600 മുതൽ 1,51,100 ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മറ്റു സെൻട്രലിൻ്റെ എംപ്ലോയീസിന് കിട്ടുന്ന അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റ് ആട്ടോ അതെല്ലാം. ഇവിടെ നെയിം ഓഫ് പോസ്റ്റ് കാണാം നമുക്ക് ഫസ്റ്റ് കോളത്തിൽ. പിന്നെ മിനിസ്ട്രി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓഫീസ് അല്ലെങ്കിൽ ഏതാണ് കാറ്റഗറി എന്നുള്ളതാണ് സെക്കൻഡ് കോളത്തിൽ. തേർഡ് ഇവിടെ നിൽക്കുകയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പോസ്റ്റ്, പിന്നെ ഏജ് ലിമിറ്റ്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ. അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ നിങ്ങൾക്ക് സെൻട്രലാണ് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർ ഓഫീസ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ C&AGയിലേക്കാണ്. ഗ്രൂപ്പ് ബി കാറ്റഗറിയിലുള്ള ഗസറ്റഡ് പോസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, 18 വയസ്സ് മിനിമം, മാക്സിമം 30 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും SC OBC ഒക്കെ. പിന്നെ അടുത്ത അസിസ്റ്റൻറ്റ്, ഇതൊക്കെ സെയിം പോസ്റ്റ് തന്നെയാണ് വരുന്നത്. ഇത് സ്റ്റേറ്റ് ആണ്, ഇതൊക്കെ സ്റ്റേറ്റിലേക്കാണ്, സ്റ്റേറ്റ് കാറ്റഗറിയിലേക്കാണ്, മറ്റേത് സെൻട്രലാണ്. അപ്പോൾ ഇതിൽ സെയിം ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഗ്രൂപ്പ് ബി കാറ്റഗറിയിലുള്ള പോസ്റ്റാണ്. ഇതൊക്കെ 18-30 ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി അടുത്തത് പേ ലെവൽ 7 ആണ്. ഇത് പേ ലെവൽ 8 കുറച്ച് കുറവായിരിക്കും. നിങ്ങൾക്കിവിടെ കാണാം. ഇതിൽ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന തസ്തിയിലേക്കാണ്. അത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്കിവിടെ കാണാം. സെൻട്രൽ സെക്രട്ടറി സർവീസ്, ഇൻ്റലിജൻസ് ബ്യൂറോ, മിനിസ്ട്രി ഓഫ് റെയിൽവേ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ ബോർഡിലേക്കൊക്കെ ആയിട്ടാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്. ഓക്കെ, അപ്പോൾ ഈ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ഇത് വരെ കേട്ടോ. അസിസ്റ്റൻറ്റ് ഇതും സെക്ഷൻ ഓഫീസർ വരെയാണ്, സീരിയൽ നമ്പർ 7 വരെ. അപ്പോൾ ഇതൊക്കെ ഗ്രൂപ്പ് ബി കാറ്റഗറിയിലുള്ള പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് എനിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിലതിന് 18-30 ഉണ്ട്, ചിലതിന് 20-30 ഉണ്ട്. അത് നിങ്ങൾ നോക്കണം ഏജ് ലിമിറ്റ്. ഓക്കെ, മിനിമം ആണ് ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്, പിന്നെ ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് കൊടുത്തിരിക്കുന്നത് മാക്സിമം എന്നുള്ള ലെവൽ കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ് ഏജ് ആണ് ഇവിടെ വേണ്ടത്. ഈ 20 എന്നുള്ളത് സ്റ്റാർട്ടിങ് ഇവിടെ മിനിമം 18, ഇവിടെ മിനിമം 20 വേണം. 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇവിടെ ഇതൊക്കെ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിലേക്ക് ഗ്രൂപ്പ് ബി ആണ് 18-30. ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് CBIC ഗ്രൂപ്പ് ബി 18-30 ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ ഇൻസ്പെക്ടർ പ്രിവെൻറ്റീവ് ഓഫീസർ ഉണ്ട്, ഇൻസ്പെക്ടർ എക്സാമിനർ ഉണ്ട്, ഒക്കെ ആ സെയിം ഏജ് ലിമിറ്റാണ്. പിന്നെ അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ ഗ്രൂപ്പ് ബി ആണ് 18-30. സബ് ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പ് ബി 20-30. ഇൻസ്പെക്ടർ പോസ്റ്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് ബി 18-30. ഇൻസ്പെക്ടർ ഉണ്ട്, പിന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിലേക്കാണ്. ഗ്രൂപ്പ് ബി ആണ് 18-30 ഏജ്. അടുത്ത പേ ലെവൽ കാറ്റഗറി 6 ആണ്. പേ ലെവൽ സാലറിയും കുറച്ച് കുറയും. അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, അതുപോലെ എക്സിക്യൂട്ടീവ്, ഞാനെല്ലാം റീഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ നോക്കാമല്ലോ. റിസർച്ച് അസിസ്റ്റൻറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ധാരണ ഉണ്ടാക്കി വെക്കണം. ഇതിൽ ചില പോസ്റ്റിന് മാത്രം ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടാവും. അത് ഏതാണ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്ലൈ ചെയ്യുന്ന മുൻപ് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കത് പ്രിഫറൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഇതിൽ ചിലതിന് ചില കോമൺ എക്സാം ഉണ്ട്, ചിലതിന് നമുക്ക് എക്സ്ട്രാ പേപ്പർ എഴുതണം. അത് ഞാനും പറയും വീഡിയോയിൽ. സബ് ഇൻസ്പെക്ടർ, അതുപോലെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, പിന്നെ ഓഫീസ് സൂപ്രണ്ടൻറ്റ്, അതുപോലെ സെക്ഷൻ ഹെഡ്, ഇതൊക്കെ നിങ്ങൾ ഇത് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതൊക്കെ ഗ്രൂപ്പ് ബി കാറ്റഗറിയിലുള്ള പോസ്റ്റാണ്. 18-30 ഏജ് ലിമിറ്റ്. ചിലത് നമുക്ക് 18-32 ഉണ്ട് കേട്ടോ, നോക്കണേ. ഇനി അടുത്ത സെക്ഷൻ പേ ലെവൽ 5 ആണ്. നിങ്ങൾക്കിവിടെ കാണാം ഓഡിറ്റർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇത് ഓഫീസർ അണ്ടർ C&AGയിലെ ഗ്രൂപ്പ് സി കാറ്റഗറിയിലാണ്. 18-27 ഏജ് ലിമിറ്റ് ഇതൊക്കെ വരുന്നത്. ഇതൊക്കെ 18-27 ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. ഓഡിറ്റർ, അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റുകളാണ്. ഓക്കെ, അടുത്ത പേ ലെവൽ 4 ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, സോർട്ടിംഗ് അസിസ്റ്റൻ്റ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിലേക്കാണ്. ഗ്രൂപ്പ് സി 18-27 ആണ്. പിന്നെ സീനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ്, പിന്നെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ്, ടാക്സ് അസിസ്റ്റൻറ്റ്, പിന്നെ സബ് ഇൻസ്പെക്ടർ, ഇതൊക്കെയാണ് വരുന്നത്. 18-27 ഏജ് ലിമിറ്റ്. ഓക്കെ, അപ്പോൾ വേക്കൻസി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്, കണ്ടോ, വൈൽ ഗിവിംഗ് പ്രിഫറൻസ് ഫോർ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ചില പോസ്റ്റ്, അതായത് ഇൻസ്പെക്ടർ ആൻഡ് സബ് ഇൻസ്പെക്ടർ ഇൻ CBN, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓർ ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ NCB, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഇൻ CBI, NIA, അതുപോലെ ഈ പറയുന്ന പോസ്റ്റിലേക്കൊക്കെ ഫിസിക്കൽ സ്റ്റാൻഡേർഡും ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ സ്റ്റാൻഡേർഡും ഉണ്ട്. അത് നമ്മൾ നോക്കിയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് വെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പ്രത്യേകമായിട്ട് ഒരു പറയുന്നുണ്ട്. കാരണം നമ്മൾ എലിജിബിൾ അല്ലെങ്കിൽ നമ്മൾ പ്രിഫറൻസ് കൊടുത്തൊരു കാര്യമില്ലല്ലോ. എക്സാം എഴുതി കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നമ്മൾ ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ചാൻസ് നഷ്ടപ്പെടുകയാണ്.
പിന്നെ ചില പോസ്റ്റ് ഉണ്ട്, അതായത് ഈ പറയുന്ന പോസ്റ്റ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലേക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ അതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ കേട്ടോ. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഏജ് ലിമിറ്റ് ഒക്കെ കണക്കാക്കുന്നത് 1/8/2026 കണക്കാക്കിയാണ്. പിന്നെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. SC OBC PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 മുതൽ 15 വർഷം, എക്സ് സർവീസ്മാനും പിന്നെ അങ്ങനെയുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. വിഡോസ് ഡിവോഴ്സ് വനിതകൾക്കും ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഡിഗ്രി മതി എന്നുള്ളതാണ്. ഇനി ഇവിടെ നമ്മൾ OBC കാൻഡിഡേറ്റ്സ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. OBC അല്ല അതുപോലെ റിസർവ്ഡ് കാൻഡിഡേറ്റ്സ് നിങ്ങൾക്ക് റിസർവേഷൻ ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് വാലിഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേച്ചർ എന്ത് ചെയ്യും, റിജക്റ്റ് ആവും എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ OBC ഒക്കെ NCL നിങ്ങൾക്ക്, അതായത് OBCയിൽ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് OBC ക്രിമിലിയറും ഒന്ന് നോൺ ക്രിമിലിയറും ഉണ്ട്. ഈ നോൺ ക്രിമിലിയർ കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിൽ മാത്രമേ നമുക്ക് റിലാക്സേഷനും പോസ്റ്റ് റിസർവേഷൻ ലഭിക്കുകയുള്ളൂ. ക്രിമിലിയർ വിഭാഗത്തിലുള്ളവർക്ക് അത് കിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ OBC NCL എന്നുള്ളത് നിങ്ങൾ റിസർവേഷനിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അത് വെച്ചിട്ട് അല്ലെ കാറ്റഗറി നിങ്ങൾ ജനറൽ എന്നുള്ളത് കൊടുത്ത് അപ്ലൈ ചെയ്യേണ്ടി വരും. OBC ക്രിമിലിയർ ആണെങ്കിൽ നിങ്ങൾ ജനറൽ എന്നുള്ള ഇതിൽ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടി വരിക. ഓക്കെ, അല്ലെങ്കിൽ OBCയിൽ തന്നെ നമുക്ക് ക്രിമിലിയർന്ന് അവിടെ ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടെങ്കിൽ അത് ക്രിമിലിയർന്ന് സെലക്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ക്രിമിലിയർ എന്നില്ലെങ്കിൽ നിങ്ങൾ ജനറലായിട്ട് കൊടുക്കുക. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ OBC നോൺ ക്രിമിലിയർ എന്നുള്ളതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ സെലക്ട് ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, വാലിഡ് ആയിട്ടുള്ള OBC നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം എന്നുള്ളതാണ്. അത് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും. ഇനി അതല്ല, നിങ്ങൾ നേരെ മറിച്ച് OBC ക്രിമിലിയർ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ OBC ക്രിമിലിയർ എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കേണ്ടത്. ക്രിമിലിയറിന് പകരം അവിടെ നമുക്ക് ക്രിമിലിയർന്ന് അവിടെ കാണിച്ചിട്ടില്ലെങ്കിൽ അവിടെ ജനറൽ എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഒരിക്കലും നോൺ ക്രിമിനൽ എന്ന് വെച്ച് കൊടുക്കാൻ പാടില്ല. ആ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. പിന്നെ SC OBCൻ്റെ ഒക്കെ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റിലേക്കാണ് അതിൻ്റെ ആ ഒരു ഡേറ്റ്, അതായത് നമുക്ക് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി നമുക്ക് കണക്കാക്കാം. സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി അല്ല, നമുക്ക് ക്ലെയിം ചെയ്യാൻ, അതായത് ഇപ്പോൾ ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഉണ്ടല്ലോ, ആ ലാസ്റ്റ് ഡേറ്റിലേക്ക് നമ്മളെന്താണ് ഈ പറയുന്ന OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് ആണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് കേട്ടോ. സർട്ടിഫിക്കറ്റ് അത് കഴിഞ്ഞിപ്പോൾ നിങ്ങൾ എന്താണ് പിന്നീട് ഇഷ്യൂ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും നല്ലത് എന്താണ്, നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ OBCൻ്റെ ആയതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ വരുമാനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ അന്വേഷിച്ചാൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 2026-27 വാലിഡ് ആയുള്ള സർട്ടിഫിക്കറ്റ് 2025-26 ഫൈനാൻഷ്യൽ ഇയറിനെ ബേസ് ചെയ്തിട്ട് ആ സമയത്തുള്ള നിങ്ങളുടെ ഇൻകത്തെ ബേസ് ചെയ്തുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ അതിൽ കാണിക്കണം സർട്ടിഫിക്കറ്റിൽ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് വരാം. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഇതാണ്. നമ്മൾ ഓരോ കാറ്റഗറി വൈസ് നോക്കാം. ആദ്യം കുറച്ച് സ്പെസിഫിക് ആയിട്ട് കുറച്ച് പോസ്റ്റുകളുണ്ട്. അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ്, ചില കാറ്റഗറി പോസ്റ്റാണത്. അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ സെൻട്രൽ കാഡർ. നിങ്ങൾക്കിവിടെ കാണാം എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലൊരു ഡിഗ്രി മതി അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസറിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. പിന്നെ ഡിസൈറബിൾ ഉണ്ട്. ഡിസൈറബിൾ നിർബന്ധമല്ല. ഈ പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് MBA ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും പാട് എന്താണ് നല്ലതാണ്, സ്യൂട്ടബിൾ ആണ് എന്നുള്ളതാണ്. അത് നിർബന്ധമല്ല കേട്ടോ. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഡിഗ്രി മതി. ഇനി അടുത്ത അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസറാണ്. ഇത് സ്റ്റേറ്റ് ആണ്. നിങ്ങൾക്ക് ഇതിലേക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി മതി. എനി ഗ്രാജുവേഷനാണ്, എനി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷനും പാട് എൻ്റെ കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ്, ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ മലയാളമാണല്ലോ. അപ്പോൾ മലയാളം നമുക്ക് എന്താണ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ്, അതായത് നമുക്കത് മനസ്സിലാക്കാനും ശേഷിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. അതിന് പ്രൂഫായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സർട്ടിഫിക്കറ്റിൽ 10ാം ക്ലാസ്സിൽ നമ്മൾ സർട്ടിഫിക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, മലയാളം ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു 10th ലെവലെങ്കിലും നമ്മൾ ആ ഒരു ലെവൽ വരെ നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നമുക്കത് പ്രൂഫായിട്ട് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കൂൾ ലെവലിൽ നമ്മളത് പഠിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് സർട്ടിഫിക്കറ്റിൽ നമുക്ക് കാണിച്ചു കൊടുക്കാനും പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കാൻഡിഡേറ്റ് മസ്റ്റ് പോസസ് എ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫഷൻസി ഇൻ റീജിയണൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അറ്റ് ദ ലെവൽ ഓഫ് സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ. അപ്പോൾ സെക്കൻഡറി ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈസ്കൂളാണ്. അപ്പോൾ ഹൈസ്കൂൾ ലെവൽ എക്സാമിനേഷനിൽ നമുക്ക് ആ ഒരു റീജിയണൽ ലാംഗ്വേജ് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അത് നിർബന്ധമാണ്. ഡിസൈറബിൾ നിർബന്ധമല്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാൻഡറ്ററി അല്ല. നിങ്ങൾക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തോളൂ കേട്ടോ. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഇതാണ്. ഇനി ഇവിടെ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന റീജിയണൽ ലാംഗ്വേജ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ മലയാളം, ഈ തമിഴ്നാടാണ് തമിഴ് ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യാനും നിങ്ങൾ സ്കൂൾ ലെവലിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് അത് പഠിക്കുകയും വേണമെന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രൊബേഷൻ പീരീഡിൽ നമ്മൾ ഈ പറയുന്ന ഇതൊക്കെ ക്ലിയർ ചെയ്യണം കേട്ടോ. സബോർഡിനേറ്റ് ഓഡിറ്റ്, അക്കൗണ്ട്സ് സർവീസ് എക്സാമിനേഷനൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യണം. അത് പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർ അതിലേക്ക് കൊടുത്താൽ മതി. അത് കുറച്ച് ഇതാണ്. നെക്സ്റ്റ് പോസ്റ്റ് വരുന്നത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ്, അതായത് ഏതെങ്കിലും വിഷയത്തിലൊരു ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. 12th സ്റ്റാൻഡേർഡ്, അതായത് +2 ലെവലിൽ മാത്തമാറ്റിക്സ് നമ്മളെന്താണ് ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കുകയും ആ മാത്തമാറ്റിക്സിൽ നമ്മളെന്താണ് 60% മാർക്കും നേടിയിരിക്കണം. അതൊരു കണ്ടീഷനാണ്. അപ്പോൾ +2ൽ നിങ്ങൾ 60% മാർക്കോടുകൂടി മാത്തമാറ്റിക്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. പ്ലസ് എന്താണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഏതെങ്കിലും സബ്ജക്റ്റിലൊരു ബിരുദവും നിങ്ങളുടെ ഡിഗ്രി ലെവലിൽ നിങ്ങളെന്താണ് ഈ പറയുന്ന, അതായത് ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഡിഗ്രി മതി. പക്ഷേ ആ ഡിഗ്രി ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചവരാണെങ്കിലും അവർക്ക് എന്താണ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. +2 മാത്തമാറ്റിക്സ് പഠിച്ചോളെന്ന് ആവശ്യമില്ല. ഓക്കെ, അവർക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അവർ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് ഡിഗ്രിയിൽ പഠിച്ചാൽ മതി. +2 ഏത് പഠിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി മാത്രമാണ് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് +2ൽ നിങ്ങൾ എന്ത് ചെയ്യണം, 60% മാർക്കോട് മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത്. അത് ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിൻ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് ഞാൻ റീഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും, ഇവിടെ കുറേ ഉണ്ട് ബ്രാഞ്ചസ്, ഇതിൽ ഏതെങ്കിലും എന്താണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന കുറച്ച് പോസ്റ്റ് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു ഇവിടെ. ആ പോസ്റ്റുകളല്ലാത്ത ബാക്കി വരുന്ന, അതായത് ഇപ്പോൾ ഈ പറയുന്ന ജൂനിയർ മറ്റേ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, അതുപോലെ നിങ്ങൾക്ക് പറയുന്ന അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ഓഫീസർ, അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളല്ലാതെ ഇനി ബാക്കി ഒരുപാട് പോസ്റ്റുകളുണ്ടല്ലോ. സബ് ഇൻസ്പെക്ടർ അല്ല, അങ്ങനെ ഒരുപാട് കാറ്റഗറി പോസ്റ്റുകളുണ്ട്. ഓക്കെ, ടാക്സ് അസിസ്റ്റൻ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പല കാറ്റഗറി. ഓക്കെ, ഇതിലേക്ക് നിങ്ങൾക്ക് സെക്ഷൻ ഹെഡ്, അത് സോർട്ടിംഗ് അസിസ്റ്റൻറ്റ്, അങ്ങനെ പറഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ്, അങ്ങനെ പല കാറ്റഗറി പോസ്റ്റ് ഉണ്ട്. അതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് ഒരു ഡിഗ്രി മതി. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി മതി. ഓക്കെ, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ ബാക്കിയുള്ള പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. അതിന് പ്രത്യേക വേറെ മറ്റു റീജിയണൽ ലാംഗ്വേജ് അറിഞ്ഞോളെന്നോ അല്ലെങ്കിൽ മറ്റൊരു കണ്ടീഷനോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു കാര്യം വെച്ചാൽ നിങ്ങൾ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. 1/8/2026 നിങ്ങളുടെ ഡിഗ്രി നിങ്ങൾക്ക് കിട്ടിയിരിക്കണം, അതായത് റിസൾട്ട് വന്നിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർ ആരുണ്ട് അവർക്കൊക്കെ അയച്ചു കൊടുക്കാം. അവരുടെ റിസൾട്ട് 1/8/2026 വരുന്ന ഉറപ്പുണ്ടെങ്കിൽ അവർക്കും അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓൾറെഡി മുൻപ് എടുത്തു വെച്ച ഒരു ഫോട്ടോഗ്രാഫ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്താണ് ഒരു ലൈവ് ഫോട്ടോ നമ്മൾ എടുത്ത് അത് ഫോൺ ക്യാമറ അല്ലെങ്കിൽ വെബ് ക്യാം യൂസ് ചെയ്തിട്ട് ലൈവ് ഫോട്ടോ എടുത്ത് ഇതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതായത് മുൻപ് നമ്മൾ സ്റ്റുഡിയോ പോയി എടുത്ത് സെറ്റാക്കി വെച്ച ഫോട്ടോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമ്മൾ സ്കാൻ ചെയ്ത് നമ്മൾ ഡയറക്റ്റ് ലൈവ് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം. ലൈവായിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല വൃത്തിയായിരിക്കണം, ലൈറ്റൊക്കെ അത്യാവശ്യം ഉണ്ടായിരിക്കണം, പിന്നെ പ്ലെയിൻ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ക്യാമറ ഒക്കെ നമ്മുടെ ആ ഒരു ഐ ലെവലിൽ കറക്റ്റ് വെക്കുക. ആ ഒരു പാസ്പോർട്ട് സൈസ് ഡയമെൻഷനിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുക. സ്ട്രൈറ്റ് ആയിട്ട് ക്യാമറയിലേക്ക് നോക്കുക. പിന്നെ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഏരിയ അതിൽ കാണിക്കും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫേസും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ അധികം ക്ലോസ് ആകാൻ ചെയ്യാൻ പാടില്ല, ഭയങ്കര ദൂരെ ആകാനും പാടില്ല. അത് കറക്റ്റ് നിങ്ങൾ ആ ഒരു ഫ്രെയിമിൽ കൊള്ളിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുക. പിന്നെ ക്യാപ്പ്, അതുപോലെ മാസ്ക്, ഗ്ലാസ്, കണ്ണട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് യൂസ് ചെയ്യരുത്. ആ രീതിയിലായിരിക്കണം നമ്മൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യേണ്ടത്. അതുകൂടാതെ നമ്മൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. 10 to 20 KB ഡയമെൻഷനിലുള്ള ഫയൽ സൈസുള്ള 6 to 2 cm ഡയമെൻഷനുള്ള സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അപേക്ഷാ ഫീസ് 100 രൂപയാണ് വരുന്നത്. എന്നാൽ SC/ST, അതുപോലെ PWBD, അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇവർക്കൊന്നും യാതൊരുവിധ ഫീസും കൊടുക്കണ്ട. ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ നമുക്ക് കേരളത്തിൽ വിവിധ സെൻറ്ററുകളുണ്ട്. നിങ്ങൾക്ക് അതുപോലെ ലക്ഷദ്വീപും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ലക്ഷദ്വീപ് ആണെങ്കിൽ കവരത്തിയാണ് വരിക. കേരളത്തിൽ വിവിധ ജില്ലകളിലായിട്ട് എറണാകുളം വിവിധ സെൻറ്ററുകൾ ഉണ്ടാവും കേട്ടോ. ഓരോ ജില്ലയിൽ ഒരു സെൻറ്ററല്ല, ഒരുപാട് സെൻറ്ററുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കണ്ണൂരൊക്കെയാണ് നമുക്ക് എക്സാം സെൻറ്റർ കേരളത്തിലുള്ളത്. ഓക്കെ, പിന്നെ
മറ്റു സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കാം. ഇനി ഇതിലേക്ക് സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ 2 Tier 1 Tier 2 എക്സാമിനേഷൻ ആയിട്ടാണ് നടക്കുക. ഓക്കെ, രണ്ടും സെപ്പറേറ്റ് ഡേയ്സിലാണ് നടക്കുക. അപ്പോൾ Tier 1 എക്സാമിനേഷൻ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ Tier 2ലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ Tier 1 ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രൻഷൻ 25 ക്വസ്റ്റ്യൻ ഓരോന്നിനും 2 മാർക്ക് വെച്ചിട്ടാണ് അങ്ങനെയാണ് വരിക. അപ്പോൾ 200 മാർക്കിനാണ് എക്സാം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് Tier 1 നിങ്ങൾ ഇതിൽ നമുക്ക് 0.5 മാർക്ക് ഇത് നെഗറ്റീവായിട്ട് പിടിക്കും കേട്ടോ Tier 1. ഇനി അടുത്ത് Tier 2 എക്സാമിനേഷനാണ്. Tier 2ൽ പേപ്പർ 1 ഉണ്ട്. പേപ്പർ 1ൽ സെക്ഷൻ 1 ഉണ്ട്. സെക്ഷൻ 1ൽ സെക്ഷൻ 1 ഉണ്ട്, സെക്ഷൻ 1 ഉണ്ട്, സെക്ഷൻ 2 ഉണ്ട്, സെക്ഷൻ 3 ഉണ്ട്. ഓക്കെ, സെക്ഷൻ 3 ഉണ്ട്. പിന്നെ സെക്ഷൻ 2ൽ സെക്ഷൻ 4 ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന പേപ്പർ 1 എല്ലാ പോസ്റ്റിനും നിർബന്ധമാണ് പേപ്പർ 1. അപ്പോൾ പേപ്പർ 1ൽ ഏതൊക്കെ ഉണ്ടാവും ഞാൻ പറയാൻ പോവുകയാണ്. പേപ്പർ 1 എല്ലാ പോസ്റ്റിനും പേപ്പർ 1 നിർബന്ധമാണ്. അപ്പോൾ സെക്ഷൻ 1ൽ സെക്ഷൻ 1 ഉണ്ട്, മാത്തമാറ്റിക്കൽ എബിലിറ്റീസ്, റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് 30 വെച്ചിട്ടാണ് ടോട്ടൽ 60. ഒന്നിന് ഒരു 3 മാർക്കാണ് വരിക. അപ്പോൾ 180 മാർക്കിനാണ് അത് വരിക ആ പേപ്പർ, ഈ പറയുന്ന സെക്ഷൻ 1 വരിക. സെക്ഷൻ 2ൽ ഇതും പേപ്പർ 1ൽ വരുന്നതാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ, ജനറൽ അവയർനെസ്. ഓക്കെ, 45 മാർക്കും പിന്നെ 25 മാർക്കല്ല ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണല്ലോ അവിടെ വരുന്നത് അല്ലേ? യെസ്, ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നിന് 3 മാർക്ക് വെച്ചിട്ട് 210 മാർക്ക് അവിടെ വരും. പിന്നെ നമുക്ക് സെക്ഷൻ 3 ആണ് വരിക, കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. അത് 20 ക്വസ്റ്റ്യൻ ആണ് വരിക, 60 മാർക്ക് വരും. ഓക്കെ, പിന്നെ വരുന്ന സെക്ഷൻ 2ൽ സെക്ഷൻ 4 ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ഉണ്ടാകുക. അത് നിങ്ങൾക്ക് ഓരോ പോസ്റ്റിനനുസരിച്ച് അതിൻ്റെ ലെവലിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. കുറച്ച് ഹൈ ലെവൽ ഗ്രൂപ്പ് ബി കാറ്റഗറിയിലെ പോസ്റ്റിലേക്കൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ സ്പീഡും കാര്യങ്ങളും ആ ഒരു എഫിഷ്യൻസി ഒക്കെ നോക്കുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഡാറ്റ എൻട്രി സ്പീഡ് നമുക്ക് ഉണ്ടായിരിക്കണം. ഈ പറയുന്ന എല്ലാ, അതായത് പേപ്പർ 1ൽ ഉൾപ്പെടുന്നതാണ്. ഇത് എല്ലാ പോസ്റ്റിനും നിർബന്ധമാണ്. എല്ലാ പോസ്റ്റും ഏത് പോസ്റ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിലും പേപ്പർ 1 നിർബന്ധമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യൽ. പേപ്പർ 1ൽ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതുവരെ പേപ്പർ 1ൻ്റെ കാര്യങ്ങളാണ്. ഇനി പേപ്പർ 2ഉം പേപ്പർ 3യും എല്ലാവരും എഴുതണ്ട. ഇത് ചില പ്രത്യേക പോസ്റ്റുകൾക്ക് മാത്രമേ ഉള്ളൂ. അത് ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയാം. അതായത് ഒന്ന്, പേപ്പർ 2 എഴുതേണ്ട ഉദ്യോഗാർത്ഥികൾ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ JSO എന്ന് പറയുന്ന പോസ്റ്റിലേക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യുന്നവർ മാത്രം പേപ്പർ 2 എഴുതിയാൽ മതി. ബാക്കിയുള്ളവരൊന്നും പേപ്പർ 2 നോക്കിയേ വേണ്ട. പിന്നെ വരുന്നത് പേപ്പർ 3 ആണ്. പേപ്പർ 3 ആയിരിക്കാന്ന് വെച്ചാൽ അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ. അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസറും അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലുള്ള ആ പോസ്റ്റിലേക്ക് മാത്രം അപ്ലൈ ചെയ്യുന്നവർ പേപ്പർ 3 എഴുതിയാൽ മതി. ബാക്കിയുള്ളവരൊന്നും പേപ്പർ 3 എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു. പിന്നെ പേപ്പർ 1ന് 2 സെഷനാണല്ലോ. സെഷൻ 1ഉം സെഷൻ 2ഉം സെയിം ഡേ തന്നെ നടക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ സ്കീമൊക്കെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ സിലബസ് ഒക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ, നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ട്. സിലബസ് ഒക്കെ നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചില പോസ്റ്റിന് നമുക്ക് എന്തുണ്ട്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിക്കാം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ചില പോസ്റ്റിന് പിന്നെ ഇതിൻ്റെ ഫോമിൻ്റെ മാതൃകയൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ നോക്കിയാൽ ഏകദേശം എന്ത് ചെയ്യും, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. പിന്നെ നമ്മൾ അതിനെക്കുറിച്ചിട്ട് പറയാം കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ കാണിക്കാം. പിന്നെ SC/ST OBCൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ സെയിം മാതൃകയുള്ള സർട്ടിഫിക്കറ്റൊക്കെ ആണെങ്കിൽ നല്ലതാണ്. ഓക്കെ, അത് സെയിം മാതൃകയിലാകാൻ ശ്രമിക്കുക. ഇതിൽ ഇവിടെ കാണാം നിങ്ങൾക്ക് ചില പോസ്റ്റിന് മാത്രം ബാധകമാവുന്ന, എല്ലാ പോസ്റ്റിനും നിർബന്ധമില്ല കേട്ടോ, ഇവിടെ പറയാൻ പോകുന്ന പോസ്റ്റിന് മാത്രം ബാധകമാവുന്ന ചില ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കണ്ടോ, ഇൻസ്പെക്ടർ, സെൻട്രൽ എക്സൈസ് എക്സാമിനർ, പ്രിവെൻറ്റീവ് ഓഫീസർ. ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിലേക്ക് ഇൻസ്പെക്ടർ ആൻഡ് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 187.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. അപ്പോൾ ഇതൊന്നും അറിയാതെ നമ്മൾ അപ്ലൈ ചെയ്തു പോയാൽ നമ്മുടെ അവസരം, നമ്മൾ എക്സാം ഒക്കെ എഴുതി നമുക്ക് നമ്മുടെ പ്രിഫറൻസ് അടിസ്ഥാനത്തിൽ പോസ്റ്റിംഗ് ലഭിച്ചാൽ, മീൻസ് ആ ഒരു സമയത്ത് പോസ്റ്റിംഗ് ലഭിക്കുകയല്ല, നമ്മൾ അതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ സമയത്ത് നമ്മുടെ ഹൈറ്റ് പ്രശ്നമാണെങ്കിൽ നമ്മുടെ ആ ഒരു അവസരം അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സ് 157.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ചെസ്റ്റ് നോർമൽ 81, എക്സ്പാൻഷനിൽ 5 സെൻറ്റിമീറ്റർ വരണം. പിന്നെ ഹൈറ്റ് ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 5 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. ഇനി ഫിസിക്കൽ ടെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സിന്
നിങ്ങൾക്കിവിടെ കാണാം 1600 മീറ്റർ 15 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം. പിന്നെ സൈക്ലിംഗ് ഉണ്ട് 8 കിലോമീറ്റർ 30 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന അതായത് CBNലേക്ക് അപ്ലൈ ചെയ്യുന്ന സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് സൈക്ലിംഗ് ഉണ്ടാവില്ല കേട്ടോ. അവർക്ക് ബാക്കിയുള്ള മറ്റേ പോസ്റ്റിനാണ് സൈക്ലിംഗ്. പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്. ഇപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഇത് കണ്ട് നിങ്ങൾ എന്താണ് എല്ലാ പോസ്റ്റിലേക്കും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് മാൻഡറ്ററി ആണെന്നൊന്നും വിചാരിക്കില്ല. ഇത് ചില പോസ്റ്റിന് ഞാൻ പറഞ്ഞു, എല്ലാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണുക. ചില പോസ്റ്റിന് മാത്രം ഞാൻ ഇവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പറയുന്ന പോസ്റ്റിന് മാത്രം ബാധകമാകുന്ന കാര്യമാണ്. ബാക്കിയുള്ളതിലേക്കൊന്നും യാതൊരുവിധ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് മീൻസ് ഈ പറയുന്ന ഹൈറ്റ് വെയിറ്റ് കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. അടുത്ത ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 152 സെൻറ്റിമീറ്റർ ഹൈറ്റ്, വെയിറ്റ് 48 കിലോഗ്രാംസ്, ഹൈറ്റ് ST ആണെങ്കിൽ അവർക്ക് 2.5 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ട്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് 1 കിലോമീറ്റർ 20 മിനിറ്റ് കൊണ്ട് വാക്കിംഗ് ആണ്. ഓക്കെ, മറ്റേത് നമ്മൾ വാക്കിംഗ്, യെസ് ഇത് വാക്കിംഗ് ആണ്, 1600 മീറ്റർ വാക്കിംഗ് ആണ്. പറഞ്ഞത് മാറിപ്പോയില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ 3 കിലോമീറ്റർ നിങ്ങൾക്ക് 25 മിനിറ്റ് കൊണ്ട് സൈക്ലിംഗ് ആണ്. ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ CBNലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് അത് ബാധകമല്ല. പിന്നെ അടുത്തത് വരുന്നത് സബ് ഇൻസ്പെക്ടർ ഇൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അതായത് CBIയിലേക്ക് നിങ്ങൾ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 165 സെൻറ്റിമീറ്ററും ഫീമെയിലിന് 150 സെൻറ്റിമീറ്ററും ഹൈറ്റ് വേണം. ചെസ്റ്റ് 76 സെൻറ്റിമീറ്റർ വിത്ത് എക്സ്പാൻഷനാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ചെസ്റ്റ് ബാധകമല്ല. പിന്നെ വിഷൻ ഇവിടെ നിർബന്ധമാണ് ഈ പറയുന്ന CBIയിലേക്ക് അപ്ലൈ ആണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇവിടെ ഐസായിട്ട് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് വെച്ചാലും വെച്ചില്ലെങ്കിലും എങ്ങനെ ആയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന ഡിസ്റ്റൻറ്റ് വിഷൻ ഉണ്ടായാൽ മതി. ഒരു കണ്ണിന് 6/6ഉം മറ്റേ കണ്ണിന് 6/9ഉം. ഓക്കെ, നിങ്ങൾക്ക് ഗ്ലാസ് വെച്ചിട്ടാലും വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പറയുന്ന ആ ഒരു പവർ ഉണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ് വെക്കുന്നവരോ ലെൻസ് ഉപയോഗിക്കുന്നവരോ ഒന്നാണെങ്കിൽ യാതൊരു പ്രശ്നവും അതൊന്നും. പിന്നെ നിയർ വിഷൻ 0.6, ഒരു കണ്ണിന് 0.8 എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ വേരിയേഷൻ ഒന്നും പ്രശ്നമില്ല എന്നുള്ളതാണ്. ഇനി ഇവിടെ മീൻസ് ഈ പറയുന്ന ഗ്ലാസ് വെച്ചാലാണെങ്കിലും ഈ പറയുന്ന കണ്ടീഷൻ ഉണ്ടായിരിക്കണം കേട്ടോ. ഗ്ലാസ് വെക്കാതെ നിങ്ങൾക്ക് ഇതില്ലെങ്കിലും ഗ്ലാസ് വെച്ചിട്ട് ഈ കണ്ടീഷൻ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് നിങ്ങൾക്ക് സബ് ഇൻസ്പെക്ടർ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ, അതായത് NIAയിലേക്കാണെങ്കിൽ 170 സെൻറ്റിമീറ്റർ ഹൈറ്റ്, മെയിൽ ഫീമെയിൽ 150. പിന്നെ ചെസ്റ്റ് മെയിലിന് 76 സെൻറ്റിമീറ്റർ വിത്ത് എക്സ്പാൻഷനാണ് പറയുന്നത്. ഫീമെയിലിന് അത് ബാധകമല്ല. വിഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഓക്കെ, ഗ്ലാസ് വെച്ചിട്ടായാലും കുഴപ്പമില്ല, വെച്ചാലും കുഴപ്പമില്ല, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന റേഞ്ചിലേക്ക് സൈറ്റ് കിട്ടണം എന്നുള്ളതാണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡാണ് അടുത്തത്. നമ്മുടെ ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ ഈ പറയുന്ന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലേക്കാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മെയിലിന് 165, ഫീമെയിലിന് 152 സെൻറ്റിമീറ്റർ മതി. പിന്നെ ചെസ്റ്റ് 76 സെൻറ്റിമീറ്റർ വിത്ത് 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വേണം. ഓക്കെ, ഫീമെയിൽ അത് ബാധകമല്ല. വിഷന് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസിൽ നിങ്ങൾക്ക് 6/6 ഒരു കണ്ണിനും 6/9 മറ്റൊരു കണ്ണിനും വേണം. 0.6ഉം 0.8ഉം ആണ് നിയർ വിഷൻ വരുന്നത്. ഗ്ലാസ് വെച്ചാലും വെച്ചില്ലെങ്കിലും ഈ പറയുന്ന റേഞ്ചിലേക്ക് വന്നാൽ മതി. ഇനി അടുത്തത് നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ്, ഇത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് BR ബോർഡർ റോഡ് ഓർഗനൈസേഷനിലേക്കാണെങ്കിൽ അത് ഇതിൽ 2 ഷെഡ്യൂളായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ ആ പറയുന്ന കാറ്റഗറി പോസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. ഇത് BROയിലേക്ക് കിട്ടോ. BROയിലേക്ക് നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ BROൻ്റെ നിങ്ങൾ കൊടുക്കുമ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രം കൊടുക്കുക, ബാക്കിയുള്ള ഫീമെയിലിന് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ബാക്കിയുള്ള പോസ്റ്റിലേക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. BROൻ്റെ മാത്രമാണ് പറയുന്നത്. BROയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഗ്രൂപ്പ് C പോസ്റ്റാണത്. ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1 മൈൽ റണ്ണാണ്. അത് ഈ പറയുന്ന 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഓടി എത്തണം എന്നുള്ളതാണ്, ക്വാളിഫൈ ചെയ്ത് കാണിക്കണം. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇപ്പോൾ കേരള ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഹൈറ്റ് സദേൺ റീജിയൻ, ഇവിടെ കേരള മെൻഷൻ ചെയ്തിട്ടില്ല, തമിഴ്നാട് കർണാടക ഇതൊക്കെയാണ് ഇവിടെ വിട്ടുപോയതായിരിക്കാം എന്നാണ് സാധ്യത. 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് മിനിമം വേണം. ചെസ്റ്റ് 75, നോർമൽ എക്സ്പാൻഷൻ 5 വേണം. 50 കിലോഗ്രാംസ് വെയിറ്റും വേണം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആ പേജിലേക്ക് വരും, SSC എന്നിട്ട് ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ അയക്കേണ്ടതൊക്കെ നിങ്ങൾക്ക് ഫോളോ അപ്ഡേഷൻ കാര്യങ്ങൾ കിട്ടും. ജൂൺ 22 അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഏറ്റവും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇവിടെ നമ്മുടെ പുതിയൊരു സംഭവമാണ് JOCL എജുലാൻഡ് നമ്മുടെ ചാനലിൻ്റെ ജിയോ പ്രീമിയം വാട്സപ്പ് ജോബ് അലേർട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് പ്രീമിയം ആ ഒരു ലെവലിൽ നിങ്ങളുടെ
എന്താണ് എന്താണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് അലേർട്ട് ലഭിക്കും, ജോബ് അലേർട്ട് ലഭിക്കും. അത് ഇൻഡിവിജ്വലി നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങളുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ആയിട്ടാണ് ലഭിക്കുക. നമുക്കതിനൊരു സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ 2 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 2 ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണേ ഇവിടെ ക്ലിക്ക് ചെയ്യുക. SSCയുടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളിടത്ത് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യാറുന്ന് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്യാറുന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് SSCയുടെ പോർട്ടലാണ് ഇവിടെ ഓപ്പൺ ആയി വരിക. ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് കോർണറിൽ ലോഗിൻ ഒരു രജിസ്റ്റർ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജാണ് വരിക. രജിസ്റ്റർ നമ്പറും പാസ്വേഡും വെച്ച്. മുൻപ് എപ്പോഴെങ്കിലും നിങ്ങൾ ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ തവണ രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ അതിൻ്റെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ കൊടുക്കുക. ഓക്കെ, ഇനി ആദ്യമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ട ന്യൂ യൂസർ എന്ന് കൊടുത്ത് ഇവിടെ രജിസ്റ്റർ ആവുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന കാര്യങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ്, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത അഡീഷണൽ ഡീറ്റെയിൽസ്, ഡിക്ലറേഷൻ ഇതൊക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അപേക്ഷ ഫില്ല് ചെയ്ത് മീൻസ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ലോഗിൻ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടതെന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പ്രീമിയം മാത്രം ചെയ്യും, അതായത് മെമ്പേഴ്സ് ഓൺലി ആയിട്ട് മാത്രം ചെയ്യും. അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുത്താൽ മതി. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാമെങ്കിൽ മെമ്പേഴ്സ് ഓൺലി ആയിട്ട് മാത്രം ചെയ്യും. അതല്ല കൂടുതൽ ആവശ്യക്കാരുണ്ട്, നമ്മൾ ഓപ്പൺ ആയിട്ട് ചെയ്യാം. നിങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. Thank you.